മൂവാറ്റുപുഴയിലെ യു.ഡി.എഫിന്റെ വിജയോത്സവത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദരവ് നൽകി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം കേക്ക് മുറിച്ച് നിയോജക മണ്ഡലം തല ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉദ്ഘാടനം കെ.പി.സി.സി മുൻ പ്രസിഡന്റ് കെ. മുരളീധരൻ നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു.ഡി.എഫ് ജനപ്രതിനിധികളുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിജയോത്സവത്തിൽ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ മുൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ. മുരളീധരൻ ആദരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം കേക്ക് മുറിച്ചാണ് നിയോജക മണ്ഡലം തല ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ച് നടത്തുന്ന കഴിഞ്ഞ ദിവസം ബ്രിട്ടാസിന്റെ നേരത്തെ ആലിസ് ബീരാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ അസംബ്ലി പിരിയുമ്പോഴും പാർലമെന്റ് പിരിയുമ്പോഴും കക്ഷി നേതാക്കൾക്ക് സ്പീക്കർ ഒരു ചായ സൽക്കാരം കൊടുക്കാറ് കേരളത്തിലും പതിവുണ്ട്. ലോക്സഭയിലൊക്കെ ഞാനും പറയുമ്പോൾ ഞങ്ങളൊക്കെ മറ്റേ പാർട്ടി നേതാക്കന്മാരല്ലെങ്കിലും ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറ് അങ്ങ് വന്ന് ചായ കുടിച്ചു പോകാറ്. അങ്ങനെ ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ചായ സൽക്കാരമായതുകൊണ്ട് സ്പീക്കർ എല്ലാവരെയും വിളിച്ചു. ഭരണകക്ഷിയുടെ നേതാവാണല്ലോ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി വന്ന് അദ്ദേഹം വയനാട്ടിലെ കാലാവസ്ഥയെ കുറിച്ച് ചോദിച്ചു. സ്ഥല എം പി ആയിട്ട് പ്രിയങ്ക ഗാന്ധി അതിന് മറുപടി പറഞ്ഞു, വയനാട് ഇതുവരെ പൊല്യൂഷനൊന്നുമില്ല, നല്ല അന്തരീക്ഷമാണ്, ഡൽഹി പോലെയല്ല. അതിനാണ് ബ്രിട്ടാസ് ചോദിച്ചത് ഉളുപ്പുണ്ടോന്ന്. ഞാൻ ബ്രിട്ടാസിനോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പോലെ തലയിൽ മുണ്ടിട്ടിട്ടല്ലോ മോഡിയുടെ അടുത്തേക്കല്ലല്ലോ പോയത്. നിങ്ങൾ സ്ഥിരം പോകാറുണ്ട്, നിങ്ങളുടെ ഡൽഹിയിലത്തെ എന്താ ജോലി? ഞാൻ CPM MP ഡൽഹിയിൽ ഒരു പണിയില്ല, കാരണം ആ പാർട്ടി അവിടെ ഇല്ല. അവിടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബേബി കേരളീയനായതുകൊണ്ട് രക്ഷപ്പെട്ടു. മറ്റേതെങ്കിലും ജനറൽ സെക്രട്ടറിമാർക്ക് സ്വന്തം ചിഹ്നത്തിൽ കുത്താൻ പറ്റിയിട്ടുണ്ടോ ഡൽഹിയിൽ? കാരണം സാധനം വേണ്ട അവിടെ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അവിടെ ഒരു പണിയില്ല. ആകെ സഞ്ചിയും നോക്കിയിട്ട് അങ്ങനെ കയറി പോകുന്ന കണ്ടാ തോന്നുന്നു എന്താ മല മറയ്ക്കാൻ പോവാണ്. അവിടെ ഇരുന്നിട്ട് മറ്റേ ചായ വാങ്ങി കുടിക്കാൻ വേണ്ടിയിട്ടാണ് കയറുന്ന അതിൻ്റെ അകത്ത്. ഇത് അങ്ങനെ പണിയുള്ള ബ്രിട്ടാസ് ഇവിടെ ചോദിക്കുകയാണ്, ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ഇയാളുടെ സ്ഥിരം പണി ഡൽഹിയിൽ രാത്രി തലയിൽ മുണ്ടിട്ട് മോഡിയുടെ അവിടെ കയറുക, പിണറായിക്ക് വേണ്ടി ദാസ്യപ്പണി ചെയ്യുക. അതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. അവിടെ പാർലമെന്റ് കഴിഞ്ഞാൽ ഒരു പണിയില്ല. ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ, അതിന്റെ ഒക്കെ ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ, മോഡിയുടെ അജണ്ട അവിടെ നടപ്പാക്കുക. അതിന് കിട്ടിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഷെബീന ടി, ഷിത റാണി, ജിനു ആന്റണി, രജിത പി, ഷെർലി പൗലോസ് ജനപ്രതിനിധികളാണ്. പായിപ്പറയിൽ നിന്നും വിജയിച്ചവരാണ് അടുത്തത്. ഷിജ സലാം. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ UDF ജനപ്രതിനിധികളും ഈ വർഷത്തെ ക്രിസ്മസ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം ആഘോഷിക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രാധാന്യം അംഗീകരിച്ചുള്ള ഈ തീരുമാനം സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശാസ്ത്രീയമായ വോട്ടർ പട്ടികയിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടും ജനങ്ങൾ സർക്കാരിനെതിരെ വോട്ട് ചെയ്തുവെന്ന് കെ. മുരളീധരൻ പറഞ്ഞു. ജനങ്ങളുടെ വിശ്വാസം UDFിനോടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്രാൻസിസ് ജോർജ് MP, ഹാരിസ് ബീരാൻ MP, മാത്യു കുഴൽനാടൻ MLA, KM സലീം, KM അബ്ദുൾ മജീദ്, അമീർ അലി, PA ബഷീർ, അഡ്വക്കേറ്റ് വർഗീസ് മാത്യു, ഉല്ലാസ് തോമസ്, PP എൽദോസ്, സാബു ജോൺ, സുഭാഷ് കടക്കോട്, ഷൈസൻ മാങ്ങഴ, ടോമി പാലമല, റജി ജോർജ്, പായ്പ്ര കൃഷ്ണൻ, KG രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.